ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നാഗേന്ദ്രന്റെ പിന്നിൽ നിന്നുള്ള കളികൾക്കൊക്കെ ഒരു അന്ത്യമുണ്ടാവുകയാണ്. നാഗേന്ദ്രൻ താമസിക്കുന്ന ആ ഹോട്ടലിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള കോളുകളുടെ ലിസ്റ്റുകൾ ആദർശിന് വേണമെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് സേവ്യർ ആ ലിസ്റ്റ് ഒക്കെ റെഡിയാക്കി ആദർശിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കൂട്ടത്തിൽ അവന്തികയുടെ നമ്പർ ആദർശ് നോട്ട് ചെയ്യുന്നത്. മിക്ക ദിവസങ്ങളിലും അവന്തിക ആ ഹോട്ടലിൽ വന്നു പോകുന്നുണ്ട്. അവന്തികയുടെ അച്ഛനെ കാണാനാണല്ലോ വരുന്നത്. എന്തായാലും ആദർശിന് ആകെ പാടെ അങ്ങ് ഡൗട്ട് അടിക്കാനിട്ടോ. എന്തിനായിരിക്കും അവന്തിക നിരന്തരം ആ ഹോട്ടലിലോട്ട് പോകുന്നത്? എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ ആദർശിന്റെ മനസ്സിലോട്ട് വരികയാണ്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആദർശ് വേഷം മാറിയിട്ട് വീണ്ടും ആ ഹോട്ടലിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അവിടെ റൂം ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. ആദ്യം അവര് റൂം കൊടുക്കാൻ മടിച്ചെങ്കിലും പിന്നീട് ആദർശ് ഡേവിഡ് ജോർജിനെ വിളിച്ചുകൊണ്ട് അവിടെ ഒരു മുറി സംഘടിപ്പിക്കുകയാണ്. അന്നത്തെ ദിവസം തന്നെ അവിടെ നിന്നുകൊണ്ട് അവിടേക്ക് ആരൊക്കെയാണ് വരുന്നത് പോകുന്നത് എന്നുള്ള സകല ഡീറ്റെയിൽസും ആദർശ് എടുക്കുകയാണ്. അക്കൂട്ടത്തിലാണ് ആദർശ് അവിടെ വെച്ച് അവന്തികയെ കാണുന്നത്. പിന്നീട് അവന്തികയെ ഓരോ നിമിഷം തോറും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാം തന്നെ ആദർശ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിടലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. ആദർശ് മനസ്സിലാക്കുക മാത്രമല്ല, നേരെ ആ മുറിയിലോട്ട് അങ്ങ് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് തന്റെ പഞ്ചാബി വേഷം അങ്ങ് ഊരി എറിയാണ്. തന്റെ ശത്രു ആരാണെന്ന് മനസ്സിലാക്കിയ ആദർശ് നേരെ അയാളുടെ ഷോൾഡറിൽ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കേട്ടോ. അത് മാത്രമല്ല, അവന്തികയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കാണ്. കാരണം അവന്തികയുടെ എല്ലാ കളത്രങ്ങളും അവിടം കൊണ്ട് പൊളിയാണ്. അവന്തികയുടെ കരണം നോക്കി ആദർശിന്റെ കയ്യിൽ നിന്ന് നല്ലൊരെണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നാലെ തന്നെ നന്ദുവും പോലീസുകാരും അങ്ങോട്ട് എത്തുന്നുണ്ട്. എന്തായാലും അബിക്കും 8ന്റെ പണി കിട്ടുന്നുണ്ട്. അപ്പോൾ ട്വിസ്റ്റ് നിറഞ്ഞ ഈ ഒരു കിടലൻ എപ്പിസോഡ് നമുക്ക് നോക്കിയാലോ. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശിനെ തൊട്ടിപ്പുറത്ത് തന്നെ നയനയുണ്ട് കേട്ടോ. അവര് രണ്ടുപേരും കൂടി ആഹാരം കഴിക്കാണ്. ആ സമയത്ത് ആദർശിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. നയനെ, സേവ്യർ ആണ്. ഹലോ സേവ്യർ. സാർ എന്തെങ്കിലും തിരക്കിലാണോ? അല്ല, പറയ് സാർ അത്യാവശ്യമായിട്ട് ഒന്നിവിടെ വരെ വരണം. എന്താ സേവ്യർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലേ സാർ. സാറിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാ. അത് ഫോണിലൂടെ വേണ്ടെന്ന് കരുതിയിട്ടാ. ശരി സേവ്യർ, ഞാനിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം. ശരി സാർ. നയനെ, ഞാൻ ബാക്കി വന്നിട്ട് കഴിച്ചോളാം. സേവ്യർ എന്നെ അത്യാവശ്യമായിട്ട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഫോണിലൂടെ പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം അവന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ. ആദർശേട്ടാ, ഞാനും കൂടി വന്നാലോ? അത് വേണ്ട. ദിവസം കൂടുന്തോറും ഡെലിവറി ടൈം അടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് നീ തന്നെ സൂക്ഷിക്കണം. ഇനിയിപ്പം യാത്രകൾ കുറയ്ക്കുന്നതാണ് അതിന് നല്ലത്. ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാം. എന്നാലും ആദർശേട്ടാ, ഒരെന്നാലും ഇല്ല. ഇപ്പം നീ നിന്റെ ഹെൽത്ത് നോക്ക്. നിന്നെ നോക്കാൻ വേണ്ടിയേ ഞാൻ രണ്ടുപേരെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ നിന്നെ നല്ലപോലെ നോക്കും. ഞാനേ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാം. ശരി ആദർശേട്ടാ. അങ്ങനെ അതൊക്കെ കണ്ട് കാണിക്കുന്നത് ആദർശ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മേരിയൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട്. ആൻറ്റി, നയനയെ നോക്കിക്കോളണേ. അതിപ്പം മോൻ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? നയനമോളെ ഞാൻ നോക്കാതിരിക്കോ? അതൊക്കെ എനിക്കറിയാം. എന്നാലും ഒന്ന് പറയണ്ടേ? ശരി. നയനെ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആദർശേട്ടാ, സൂക്ഷിച്ചും കണ്ടൊക്കെ പോണേ. ശരി, നീ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ഞാൻ അപ്പോഴത്തേക്കും ഇങ്ങോട്ടെത്തും. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് നേരെ കാറിലോട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് നേരെ പോകുന്നത് സേവ്യറിൻ്റെ വീട്ടിലോട്ടാണ്. സേവ്യറിൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെയായിട്ട് മറ്റൊരു കാർ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കിരണാണ്. കിരണിനെ കണ്ടപ്പോൾ തന്നെ ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. കിരൺ, നീ കുറേ നേരമായി വന്നിട്ട്? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. നീ വാ, സേവ്യറിന് എന്തോ കാര്യമായിട്ട് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതും പറഞ്ഞുകൊണ്ട് കിരണും ആദർശും നേരെ അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. സേവ്യർ ആണെന്നുണ്ടെങ്കിൽ സേവ്യറിൻ്റെ വർക്കിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, സേവ്യർ, സർ, രണ്ടുപേരുണ്ടോ? ഞാനിങ്ങോട്ട് തനിച്ച് പോരേണ്ടെന്ന് കരുതി. കിരണേയും കൂടെ കൂട്ടി. അതേതായാലും നന്നായി. സാർ, ഞാൻ പറയാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല. സാർ ഇതിനു മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞില്ലേ, ആ ഹോട്ടലിലേക്ക് വന്നു പോകുന്നവരുടെ നമ്പറിൻ്റെ ലിസ്റ്റ് എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞിരുന്നു. ആ ലിസ്റ്റ് മുഴുവൻ എടുത്തു സർ. അങ്ങനെ അധികം പേരൊന്നും ആ ഹോട്ടലിലോട്ട് വന്നു പോകുന്നില്ല. വളരെ ചുരുക്കം ചിലർ മാത്രം. ആ ചുരുക്കം ചിലരെന്ന് പറയുന്നവർ ജ്വല്ലറിയുമായിട്ട് ബന്ധമുള്ളവരാ. അപ്പോൾ ചുരുക്കി പറഞ്ഞ ആ ഹോട്ടലിലുള്ളത് മുഴുവനും അവരുടെ ആളുകളാണെന്നർത്ഥം. അതെ സർ. പിന്നെ സംശയാത്മകമായ രീതിയിൽ എനിക്കൊരു നമ്പർ മാത്രമാണ് നോട്ട് ചെയ്യാൻ പറ്റിയത്. ഏത് നമ്പറാ? അതവിടുത്തെ സ്റ്റാഫിൻ്റെ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഡേവിഡ് ജോർജ് നിരന്തരം വിളിക്കുന്ന ആ വ്യക്തിക്ക് ഈ നമ്പറിൽ നിന്നും ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, മിക്ക ദിവസങ്ങളിലും ഈ നമ്പറിലുള്ള വ്യക്തി ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പം കിരൺ ചോദിക്കുന്നുണ്ട്, എടാ ആദർശ്, നിനക്കാരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ എല്ലാം കൂടി ചേർത്ത് സംശയിക്കാൻ തക്കത്തിൽ എനിക്കാരെയും തോന്നുന്നില്ല. എന്തായാലും സേവ്യർ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തന്നെ. ശരി സാർ. ഇതും പറഞ്ഞുകൊണ്ട് ആ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അവന്തികയുടെ പേര് ആദർശ് കാണുന്നത്. അപ്പം കിരൺ പറയുന്നുണ്ട്, ഇത് അവന്തികയുടെ നമ്പറല്ലേ?
അവന്തികയുടെ ഫുൾ ഡീറ്റെയിൽസും ഈ നമ്പറിനകത്തുണ്ടല്ലോ. അതെ, ശരിയാണല്ലോ, ഇത് അവന്തികയുടെ നമ്പറാണ്. അങ്ങനെ ആദർശ് ഫോൺ എടുത്തിട്ട് അവന്തികയുടെ നമ്പറും ആ നമ്പറും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഇത് രണ്ടും അവന്തികയുടെ നമ്പർ തന്നെയാണ്. കിരൺ, ഇത് അവന്തികയുടെ നമ്പർ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ആദർശേ, അവന്തിക എന്തിനായിരിക്കും ആ ഹോട്ടലിൽ നിരന്തരം പോകുന്നത്? അതെനിക്കറിയില്ല. നേരത്തെ സേവിയർ പറഞ്ഞല്ലോ, AN ജ്വല്ലറിയുമായിട്ട് ബന്ധമുള്ളവർ മാത്രമാണ് ആ ഹോട്ടലിലോട്ട് പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാ അവന്തിക ആ ഹോട്ടലിൽ നിരന്തരം പോകുന്നത്? ആദർശേ, എന്തോ ചതിയുണ്ട് ഇതിന് പിന്നിൽ. അവളെ അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട. അപ്പോൾ അവളും AN ജ്വല്ലറിക്കാരും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതെ ആദർശേ, അവന്തിക നിന്റെ വീട്ടിലുള്ളവരെ ശരിക്കും വിഡ്ഢിയാക്കുവാണ്. നിന്റെ മുത്തശ്ശൻ എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു. ആ സമയത്ത് മൂർത്തി സാർ എന്നോട് പറഞ്ഞതാ അവന്തികയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും നവീനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. അവളുടെ സ്വഭാവം പഴയ പോലെ നിന്റെ ജലജപ്പിച്ചിട്ട് പോലെയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുത്തശ്ശൻ ഒരിക്കലും നവീനുമായിട്ടുള്ള ബന്ധത്തിന് നിൽക്കത്തില്ല. അതെ, അപ്പോൾ അവന്തിക എല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുമായിരുന്നു. അതേടാ ആദർശേ, ഇനിയും അവളെ പച്ചയായി വിശ്വസിക്കല്ലേ. എല്ലാ രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് അവൾ തന്നെ ആയിരിക്കും. നിങ്ങളുടെ കൂടെ ഒരംഗമായി നിന്നുകൊണ്ട് നിങ്ങളെ തന്നെ കൊല്ലാൻ വേണ്ടി നോക്കും അവൾ. കിരൺ, എന്നാലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഉണ്ടല്ലോ. എന്തിനായിരിക്കും അവന്തിക അങ്ങോട്ട് ചെല്ലുന്നത്? അവൾക്കതിനും വലിയ ഓഫറല്ലേ മൂർത്തീസ് ജ്വല്ലറി കൊടുക്കുന്നത്. അത് തട്ടി മാറ്റിയിട്ട് അവൾ എന്തിനാ അവിടേക്ക് പോകുന്നത്? എടാ ആദർശേ, അവളെയും അവളുടെ അമ്മയുടെയൊക്കെ സ്വഭാവം നിനക്കറിയാലോ. പണ്ട് മുതലേ അവൾ ഏട്ടനെ കണ്ട അവൾ വളർന്നത്. മറ്റുള്ളവർ പറയുന്നതൊന്നും അവർ കേൾക്കാറുമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ പെട്ടെന്ന് അയർലാൻഡിൽ നിന്ന് വന്നപ്പോൾ മാറിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ സംശയിക്കണമായിരുന്നു. അവൾ ചതിച്ചതാ നിന്നെയും നിൻ്റെ വീട്ടുകാരെയൊക്കെ. നീ ഒരു കാര്യം ചെയ്യ്, അവൾ ആ വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിൽ കളി. അത് അത്ര പെട്ടെന്നൊന്നും നടക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ ആദർശേ, അവളെപ്പോലെ ഒരുത്തി ആ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിലേ നീ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഫലം ഉണ്ടാവില്ല. പക്ഷേ അവൾ അവിടുന്ന് പുറത്താക്കിയതുകൊണ്ട് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ആയില്ല. AN ജ്വല്ലറിയിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തി അവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എന്നാലും AN ജ്വല്ലറിയുടെ പ്രധാനപ്പെട്ട വ്യക്തിയെ അവന്തിക എന്തിനായിരിക്കും വിളിക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അവന്തികയും ആ വ്യക്തിയും തമ്മിൽ എന്തോ ബന്ധമില്ലേ കിരൺ? ഉണ്ട്. എന്തായാലും അത് ചെറിയ കണക്ഷനൊന്നുമില്ല. ഡേവിഡ് ജോർജിന് മാത്രം ബന്ധപ്പെടാൻ പറ്റിയ ആ നമ്പറിലോട്ട് അവന്തിക വിളിക്കണമെന്നുണ്ടെങ്കിൽ അവന്തികയും അയാളും തമ്മിൽ എന്തോ കാര്യപ്പെട്ട ബന്ധമുണ്ട്. എടാ ആദർശേ, നീ അത് നിൻ്റെ രഹസ്യ മുഖംമൂടി ഇട്ടുകൊണ്ട് തന്നെ കണ്ടെത്തണം. അവൾ അങ്ങോട്ട് വരുന്നുണ്ടോ എന്നറിയണം. നീ ആ വേഷം ധരിച്ച് പെട്ടെന്ന് തന്നെ ആ ഹോട്ടലിലോട്ട് ചെല്ല്. അവിടെ ഒരു മുറി എടുക്ക്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പതുക്കെ മനസ്സിലാക്ക്. അത് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സത്യാവസ്ഥ തെളിവോടുകൂടി കൈയോടെ പിടിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് മറ്റൊന്നും പറയാനുള്ള ഹോപ്പ് അവിടെ ഇല്ലല്ലോ. അതെ ആദർശേ, നീ എന്താന്ന് വെച്ച ചെയ്തോ. നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ശരി. സേവ്യർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം വീട്ടിലുള്ള വിഷപ്പാമ്പിനെ തിരിച്ചറിയാൻ പറ്റിയല്ലോ. ഒരുപാട് നന്ദിയുണ്ട് സേവ്യർ. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അയ്യോ സാർ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചു, ഞാനത് പൂർത്തിയാക്കി. അത്രയേ ഉള്ളൂ. അതിന് സാർ എന്നോട് നന്ദിയൊന്നും പറയണ്ട. എനിക്ക് അതിനുള്ള കൂലി തരുന്നുണ്ടല്ലോ. അതിന് നന്ദിയായിട്ടൊന്നും സാറ് പറയേണ്ടതില്ല. എന്നാലും ഇതൊക്കെ പണത്തിന് മുകളിലുള്ള കാര്യങ്ങളാണ്. എന്തായാലും സാറിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് വലിയ ആശ്വാസം. സേവ്യർ, എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ശരി സർ. സർ, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സർ. ശരി, നീയും ഒന്ന് ശ്രദ്ധിച്ചിരിക്കും. ശരി. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ കിരണിൻ്റെ വണ്ടിയിലും ആദർശിൻ്റെ വണ്ടിയിലും പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അവന്തികയെ കാണുന്നത്. അവന്തിക കാറിലാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആദർശിൻ്റെ കാറ് കണ്ടപ്പോൾ അവന്തിക ഒരു സൈഡിലേക്ക് ഒതുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ എന്നാൽ അവന്തികയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആദർശിന് ദേഷ്യം വരാൻ കേട്ടോ. പിന്നെ അതവിടെ പുറമേ കാണിക്കരുതല്ലോ. അതുകൊണ്ട് തന്നെ ആദർശ് കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അവന്തികയെ, ഇതെന്താ ഇവിടെ? ഞാൻ ആദർശേട്ടനെ കാത്തു നിന്ന് തന്നെ. എന്താ, എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. ആദർശേട്ടൻ തിരികെ വീട്ടിലോട്ട് വാ. അതുതന്നെ എനിക്ക് പറയാനുള്ളത്. മുത്തശ്ശൻ ഓരോ വാശി കാണിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ആദർശേട്ടൻ എന്തിനാ അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുന്നത്? തിരിച്ച് വീട്ടിലോട്ട് വാ. തിരിച്ച് വീട്ടിലോട്ട് വരണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ചെയ്തത് അത് മുത്തശ്ശന് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. മുത്തശ്ശനെ എന്നോട് കാണിച്ചതൊന്നും എനിക്ക് മറക്കാനും പറ്റില്ല. അതുകൊണ്ട് അത്രയും പെട്ടെന്നൊന്നും എനിക്ക് അനന്തപുരിയിലോട്ട് വരാൻ പറ്റില്ല അവന്തികെ. ഇങ്ങനെ എന്തിനാ കൊച്ചുമകനും മുത്തശ്ശനും വാശി പിടിക്കുന്നത്? നമുക്കൊക്കെ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? ആദർശേട്ടൻ തിരിച്ചു വാ. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവന്തികെ. അതൊക്കെ കഴിഞ്ഞാലേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഇത് കേട്ടപ്പോൾ അവന്തിക വിഷമിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ആദർശ് പറയുന്നുണ്ട്, അവന്തിക എന്തിനാ കരയുന്നത്? അപ്പോൾ ആദർശേട്ടനൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല. എന്താ?
നവീനേട്ടനുമായിട്ട് എന്നെ കല്യാണം ആലോചിച്ചിരുന്നല്ലോ. നവീനേട്ടൻ ഇപ്പം പറയുക എന്നെ വേണ്ടെന്ന്. നവീനേട്ടന് മനസ്സിൽ സങ്കല്പിച്ച ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെന്ന്. അവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക നവീനേട്ടൻ. അതുകൊണ്ട് എന്നെ ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ലെന്ന് തുറന്നു പറഞ്ഞു. ഓ, അങ്ങനെ നവീൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി അത് കേട്ടപ്പോൾ എനിക്കും ആകെ നാണക്കേടായി. ഞാനത് അറിഞ്ഞിരുന്നു. അത് പോട്ടെ അവന്തിയെ, നമുക്ക് വേറെ ബന്ധം നോക്കാലോ. അതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടണം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവൻ്റെ മുന്നിൽ ഒന്നും അല്ലാതായി പോവും ആദർശേട്ടാ. അതൊക്കെ നമുക്ക് സമയം പോലെ നോക്കാം. എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാനെന്നാ പോട്ടെ. ആദർശേട്ടന് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ. ശരി. അങ്ങനെ ആദർശ് പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് തന്നെ അവധിക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ അയാൾ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടത്തില്ലല്ലോ. എൻ്റെ ഒരവസ്ഥ അവിടെ ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നല്ല വെള്ളം ചമഞ്ഞാലേ പറ്റൂ. വേസ്റ്റ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശ് വേഷം മാറിയിട്ട് ഹോട്ടലിലോട്ട് പുറപ്പെട്ടതാണ്. ഹോട്ടലിലോട്ട് കാറ് നേരെ കയറ്റുന്നുണ്ട് കേട്ടോ. ആദർശ് പഞ്ചാബി വേഷത്തിലാണുള്ളത്. അങ്ങനെ ആദർശ് കാറിൽ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് റിസപ്ഷനിലോട്ട് ചെല്ലുന്നുണ്ട്. എക്സ്ക്യൂസ് മീ. സർ പറയൂ. ആക്ച്വലി ഞാനിതിന് മുമ്പ് വന്നപ്പോൾ ഒരു മുറി വേണമെന്ന് പറഞ്ഞിരുന്നു. അതെ സർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും മുറി ഒഴിവുണ്ടോ? അത് പിന്നെ സർ ഒരു 5 മിനിറ്റ്സ് ഇവിടെ വെയിറ്റ് ചെയ്യൂ. ഞാൻ ഒരാളോട് ചോദിച്ചിട്ട് വരാം. അതെന്താ, റിസപ്ഷനിൽ ഇരിക്കുന്നവർക്ക് റൂം ഒഴിവുണ്ടോ ഇല്ലയെന്ന് അറിയില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ നിർത്തിയിരിക്കുന്നത്? അത് പിന്നെ സർ, ഇവിടെ ഒരു വലിയ പാർട്ടി റൂം എടുത്തിട്ടുണ്ട്. അവരുടെ അനുവാദം കൂടി ചോദിക്കണം. ഞാൻ കാശ് എത്ര വേണമെങ്കിലും തരാം, എനിക്ക് മുറി കിട്ടണം. സർ, ക്യാഷിൻ്റെ കാര്യം കൊണ്ടല്ല, മുറി ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റത്തുള്ളൂ. സർ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് മറ്റേ ലേഡി വരുന്നത്. അതായത് അന്ന് റൂം ചോദിച്ചില്ല ആദർശ്, ആ ലേഡി തന്നെ. ഹായ് സർ. ഹായ്. ഞാൻ അന്ന് വന്നപ്പോൾ ഒരു മുറിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ കുട്ടിയോട്? ആ മുറി സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതിനെന്താ, മുറിയൊക്കെ റെഡിയാണ് സർ. ഡേവിഡ് സാറിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഇവിടെ എന്തായാലും മുറിയുണ്ട്. ഇത് കേട്ടപ്പോൾ മറ്റേ പെണ്ണ് പറയുന്നുണ്ട് കേട്ടോ. അയ്യോ, ഡേവിഡ് സാറിൻ്റെ ഗസ്റ്റായിരുന്നോ? അതെ. ആക്ച്വലി ക്ഷമിക്കണം സർ, ഞാൻ അറിയാതെ. നോ പ്രോബ്ലം, എനിക്ക് മുറി തന്നാൽ മതി. ദേവികെ, ഇതാണ് സാറിൻ്റെ റൂമിൻ്റെ കീ. നീ അതൊന്ന് പോയി ഓപ്പൺ ആക്കി കൊടുക്ക്. ശരി. അങ്ങനെ ആദർശിൻ്റെ കൂടെ ആ ലേഡിയും വരുന്നുണ്ട് കേട്ടോ. അതായത് ആദ്യം സംസാരിച്ച ലേഡി. സർ, സോറി സർ, എനിക്ക് മനസ്സിലായില്ല. ഡേവിഡ് സാറിൻ്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരിക്കലും അത് കുഴപ്പമില്ല. ഡേവിഡ് സാറിൻ്റെ ഫ്രണ്ട് അല്ലാത്തവർക്കൊന്നും ഇവിടെ മുറി കൊടുക്കത്തില്ലേ? അത് പിന്നെ ഡേവിഡ് സാറിൻ്റെ അനുവാദം ഇല്ലാതെ ഇവിടെ മുറി കൊടുക്കാറില്ല ഞങ്ങൾ. അവർക്കും കൂടി കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് മുറി കൊടുക്കത്തുള്ളൂ. ഓ, അവരാണപ്പോൾ ഇവിടുത്തെ വലിയ ആളുകളല്ലേ? അത് പിന്നെ അതെ സർ, അവർ വലിയൊരു ഹ്യൂജ് എമൗണ്ട് മുടക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം പിന്നെ അവർക്ക് വേണ്ട പ്രയോറിറ്റി നമ്മൾ കൊടുക്കണമല്ലോ സർ. ഓക്കെ, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ മതി. നോ പ്രോബ്ലം. മുറിയൊക്കെ കൊള്ളാം. എനിക്ക് ഒരു ജ്യൂസ് കിട്ടിയേ കൊള്ളായിരുന്നു. അതിനെന്താ സർ, ജ്യൂസ് ഇപ്പം തന്നെ എത്തിക്കാം. അങ്ങനെ ആ ലേഡി അവിടുന്ന് ജ്യൂസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആദർശാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയൊക്കെ ചുറ്റിലിങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ചു നേരം ആ വരാന്തയിലൂടെ ആരെയും ശ്രദ്ധയിൽപ്പെടാതെ ആദർശ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ സമയത്താണ് ആ ലേഡി അങ്ങോട്ട് വരുന്നത്. കയ്യിൽ ആദർശിനുള്ള ജ്യൂസ് ഉണ്ട് കേട്ടോ. സർ എന്താ ഇവിടെ? സർ മുറിയിലായിരുന്നില്ലേ? അത് പിന്നെ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ ഒരു വിമ്മിഷ്ടം പോലെ. അത് ശരിയാ, മുറിയിൽ തന്നെ ഇരിക്കാതെ സാർ ഇടയ്ക്ക് പുറത്തോട്ട് തന്നെ ഇറങ്ങ്. ആക്ച്വലി ദേവിക ഇവിടെ കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? സർ, ഞാനൊരു 4 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ദേവികൻ്റെ ഇവിടെ ജോലി ചെയ്യുന്നത്? വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ? പണത്തിന് അത്യാവശ്യം ഉണ്ടായതുകൊണ്ടാണ് സാറേ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വേറെ നല്ല ജോലി നോക്കിയേനെ. ഓ, പണത്തിന് ഇയാൾക്ക് എന്താ ഇത്രയും അത്യാവശ്യം? അത് പിന്നെ പണത്തിന് എല്ലാവർക്കും അത്യാവശ്യം കാണുമല്ലോ സാർ. അത് ശരിയാ, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്തായാലും അവധിക്ക് വെച്ചോ. അയ്യോ സർ, ഇതെനിക്ക് വേണ്ട, ഇത് ടിപ്പായിട്ട് വെച്ചാൽ മതി. ഇത്രയും പൈസ ടിപ്പോ? ഇരിക്കട്ടടോ, അവധിക്ക് ആവശ്യം വരും. പണത്തിന് ഒരുപാട് ആവശ്യമുള്ള ആളല്ലേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് ദേവിയുടെ മുഖത്തോട് നോക്കുന്നുണ്ട് കേട്ടോ. ദേവിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ദേവികയ്ക്ക് പണം കിട്ടിയിട്ടുള്ള ഒരു ആർത്തിയാണ്. അപ്പോൾ ഇത് മുതലെടുത്തുകൊണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, അവന്തികെ, ഈ ഡേവിഡ് സാറിൻ്റെ മുറി ഏതാണെന്നറിയോ? ഡേവിഡ് സാറിൻ്റെ മുറിയല്ലേ? ഇതിലൂടെ പോയിട്ട് ലെഫ്റ്റിലോട്ടാ. ശരി. സാറിന് വേറെന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എനിക്കിനി ആവശ്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അവധിയെ വിളിച്ചോളാം. ഇത് പറഞ്ഞുകൊടുക്കുമ്പോഴാണ് ആദർശിൻ്റെ ഫോണിലോട്ട് മാളവികയുടെ കോൾ വരുന്നത് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ മാളവികയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആദർശ്. 1 മിനിറ്റ്. ഹലോ. സർ. പറയ്. സാറിപ്പോൾ ആ ഹോട്ടലിലല്ലേ ഉള്ളത്? അവധിക്ക് ഇപ്പം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവധിയുടെ കാറ് ഈ ഹോട്ടലിലോട്ട് കയറിയിട്ടുണ്ട് സർ. ആണോ? ഓക്കെ, എന്നാൽ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. ശരി സർ. ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ദേവിക ചോദിക്കുന്നുണ്ട്, എന്ത് സർ? ഒന്നുമില്ല.
അപ്പോഴാണ് ദേവിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഒരു മിനിറ്റ് സർ. ഹലോ, ആണോ? ആ ഓക്കെ, ഞാനിപ്പോൾ വരാം. സർ, ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ആ ശരി. അവരുടെ സ്പെഷ്യൽ ഗസ്റ്റോ? അവന്തിക എങ്ങനെയാണ് ഇവരുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആവുന്നത്? അപ്പോൾ ഞാൻ കരുതിയ പോലെ തന്നെ ഇയാളുമായിട്ട് എന്തോ അടുത്ത ബന്ധമാണ് അവന്തികക്കുള്ളത്. അങ്ങനെ അവന്തിക വരുന്നതൊക്കെ ആദർശ് വാച്ച് ചെയ്യുന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് അവന്തികയാണെങ്കിൽ മാസമായിട്ട് ആ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവന്തിക കയറി വരുമ്പോൾ തന്നെ ദേവിക അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ടോ. ഹായ് മാഡം. അവന്തികയാണെങ്കിൽ ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ട് ദേവികയെ. എന്നിട്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് അവിടുന്ന് മുന്നിലോട്ട് നടക്കാൻ കേട്ടോ. അത് കണ്ടപ്പോൾ ദേവികയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവന്തിക ആദർശ് ഓരോ സമയവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അവന്തികയാണെങ്കിൽ നേരെ കയറി പോകുന്നത് അവളുടെ അച്ഛൻ്റെ മുറിയിലോട്ട് തന്നെയാണ്. തൊട്ട് പിന്നാലെ തന്നെ ഡേവിഡ് അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ആദർശനാകെപ്പാടെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്തായാലും അവന്തിക പിന്നിൽ നിന്ന് കുത്തി ചതിക്കുകയാണെന്നുള്ള കാര്യം ആദർശന് വ്യക്തമാവുകയാണ് കേട്ടോ. അപ്പം തന്നെയാണ് കേട്ടോ ആ ദേവിക അങ്ങോട്ടേക്ക് വരുന്നത്. സർ, ദേവികയുടെ പിന്നിൽ നിന്നുള്ള വിളി കേട്ടിട്ട് ആകെ പേടിച്ചിട്ടാണ് കേട്ടോ ആദർശ് തിരിഞ്ഞു നോക്കുന്നത്. എന്താ ദേവിക? സാർ എന്താ ഇവിടെ നിന്ന് നോക്കുന്നത്? അത് പിന്നെ ഇപ്പം പോയതാരാ? അത് അവന്തിക മേഡോ? അവന്തിക മേഡോ? അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? സാറിന് അവരെ അറിയില്ലേ? ഡേവിഡ് സാറിൻ്റെ അടുത്ത ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡേവിഡുമായിട്ട് ബന്ധപ്പെടാറുള്ളൂ. ഓ അങ്ങനെയാണോ? പോയത് വലിയ കോടീശ്വരൻ്റെ മകളാ അവന്തിക. അവന്തിക മേഡത്തിന് അച്ഛനെ കാണാൻ വേണ്ടി പോയതാ. അച്ഛനെയോ? അതെ, മാഡത്തിൻ്റെ ഫാദർ ഇവിടെയുണ്ട്. ഡേവിഡ് സാർ മാഡത്തിൻ്റെ ഫാദറിനെയാണ് കാണാൻ വരുന്നത്. ഇത് കേട്ടപ്പോൾ ആദർശന് എല്ലാ കാര്യങ്ങളും വ്യക്തമാവാണ് കേട്ടോ. അതായത് ജലജയുടെ ഭർത്താവാണ് ഇതിനെയൊക്കെ പിന്നിലെന്ന്. അവന്തികയുടെ അച്ഛന് മൂർത്തീസ് ജ്വല്ലറിയുമായിട്ടുണ്ടായ പ്രശ്നങ്ങളും എല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കിയപ്പോൾ ഇയാൾ തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ആദർശ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവളും അവളുടെ അച്ഛനും കൂടി ചേർന്ന് കളിക്കുന്ന നാടകമായിരുന്നു ഇത്. ചുമ്മാതെയല്ല, അവനെ പിടിച്ച് മാനേജറാക്കുന്നു, ആ നവ്യയെ പിടിച്ച് മോഡലാക്കിയതും ഇയാളുടെ മനസ്സിൽ ഇത്തരം ദുരുദ്ദേശങ്ങളായിരുന്നു അല്ലേ? സർ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ദേവിയെ, ഞാൻ ദേവികയുടെ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ സർ? ദേവികയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? പിന്നെ സാറിന് എനിക്ക് വിശ്വാസമല്ലേ? എന്നാൽ പിന്നെ ദേവിക എനിക്കൊരു ഉപകാരം ചെയ്യൂ. ഞാൻ ദേവികയ്ക്ക് കാശ് തരാം. അയ്യോ സർ, എനിക്ക് കാശൊന്നും വേണ്ട. ദേവിക ചോദിക്കുന്ന കാശ് ഞാൻ തരും, അത് എത്രയാണെന്നുണ്ടെങ്കിലും. ദേവിക എനിക്കൊരു ഉപകാരം ചെയ്താൽ മതി. ഈ ഉപകാരം ചെയ്യുന്നത് ആരും അറിയാനും പോകുന്നില്ല. സാർ എന്തുപകാരം ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ CCTVകളുടെ നിയന്ത്രണമൊക്കെ നിങ്ങളുടെ കയ്യിലല്ലേ? എനിക്കതൊന്ന് പരിശോധിച്ചാൽ കൊള്ളായിരുന്നു. അയ്യോ, അത് ദേവിക ചോദിക്കുന്ന കാശ് ഞാൻ തരും. അത് പിന്നെ സർ, കാശ് തരുന്നു കേട്ടപ്പോൾ ദേവിയുടെ മനസ്സിങ്ങനെ തുളുമ്പുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, ശരി സർ, പക്ഷെ ഞാനിത് എടുത്തു തന്നത് ആരും അറിയരുത്. അതൊരിക്കലുമില്ല ദേവികയെ, ഞാൻ ഒരിക്കലും ഒറ്റ കൊടുക്കില്ല. ഇത് ബ്ലാങ്ക് ചെക്കാ. ദേവികയ്ക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം. ദേവിക എനിക്ക് CCTV ഫുട്ടേജ് കാണിച്ചു തന്നാൽ മതി. ചെക്ക് കണ്ടപ്പോൾ തന്നെ ദേവിക ആകെ മനമഴുകി വീഴുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, സാർ എൻ്റെ കൂടെ വാ. അങ്ങനെ ആദർശിനെ കൊണ്ടുപോയിട്ട് CCTV ഫുട്ടേജ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലൂടെ ആദർശിന് ഏകദേശം എല്ലാ കാര്യങ്ങളും വ്യക്തമാവാണ്. ആവശ്യമുള്ള CCTV ക്യാമറ ഫുട്ടേജുകളെല്ലാം തന്നെ ആദർശ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് ദേവികയോട് പറയുന്നുണ്ട്, ദേവികെ, ഈ ചെയ്ത ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അതൊന്നും വേണ്ട സർ. ദേവിക എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്തു തരണം. എന്തുപകാരം സർ? അത് മറ്റൊന്നുമല്ല, ഇവരുടെ റൂം ഏതാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണം. അതായത് ആ സ്പെഷ്യൽ ഗസ്റ്റിൻ്റെ റൂം. അയ്യോ സർ, അതൊക്കെ ഞാൻ കാണിച്ചു തന്നാൽ ഒരിക്കലും പിടിക്കപ്പെടാൻ പോകുന്നില്ല. ഞാനൊരു വലിയ സത്യം പൊളിക്കാൻ വേണ്ടി പോകുന്നത്. ദേവിക, എനിക്ക് ആ റൂമൊന്ന് കാണിച്ചു തരണം. സർ, ഞാൻ കാണിച്ചൊന്നും തരുന്നില്ല. സാറിന് നമ്പർ പറഞ്ഞുതരാം. സാർ ആ മുറിയിലോട്ട് ചെന്നാൽ മതി. അതായാലും മതി. അങ്ങനെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരെ പോയിട്ട് ആദർശ് ആ റൂമിലോട്ടാണ് ചെല്ലുന്നത്. പെട്ടെന്ന് തന്നെ അവന്തികയും അച്ഛനും ഡേവിഡ് നിൽക്കുന്ന ആ റൂമിലേക്ക് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കാൻ കേട്ടോ. അതായത് ആദർശാണ് അടിച്ചിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആരോടാ അത്? സർ, ചിലപ്പോൾ ജ്യൂസോ മറ്റോ കൊണ്ടുതരാൻ ആരെങ്കിലും വന്നതായിരിക്കും. എന്നാൽ പിന്നെ അത് വാങ്ങിയിട്ട് ആളെ പെട്ടെന്ന് പറഞ്ഞേക്ക്. ശരി സർ. ഇതും പറഞ്ഞ് ഡേവിഡ് ഡോർ തുറക്കാൻ കേട്ടോ. ആ സമയത്ത് ആ പഞ്ചാബി വേഷത്തിലെ ആദർശ് അകത്തോട്ട് കയറി വരുന്നുണ്ട്. ആദർശിനെ കണ്ടപാടെ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്, എന്താ നിങ്ങളെന്താ ഇവിടെ? അത് പിന്നെ ഡേവിഡിനെ കാണാൻ വേണ്ടി വന്നതാ. ഡേവിഡ് ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നതായിരുന്നു. എടോ, എന്നെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മുറി വെച്ച് കാണാം. ഞാൻ തന്നെ വിളിക്കാം. താനിപ്പോൾ പോ. ആദർശ് പോവാത്ത കണ്ടപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, എടോ തന്നോടല്ലേ പോവാൻ പറഞ്ഞത്, മാറി നിൽക്കടോ. ഇതും പറഞ്ഞുകൊണ്ട് ഡേവിഡിനെ തള്ളി മാറ്റാൻ കേട്ടോ. എന്നിട്ട് അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. ആരോടോ ഇയാൾ? സാറേ, ഇയാൾ നമുക്ക് വലിയൊരു ഓർഡർ തരാമെന്ന് പറഞ്ഞ ആളാ, ആ പഞ്ചാബിയില്ലേ അയാൾ. താനെന്തിനാടോ ഇതിനകത്തോട്ട് ഇടിച്ച് കയറി വരുന്നത്? ഇറങ്ങിപ്പോടോ. ഇറങ്ങിപ്പോണ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് കേട്ടപ്പോൾ അവന്തിക പറയുന്നുണ്ട്, എടോ
താൻ ആരാടോ? താൻ എന്തിനാ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത്? മിണ്ടരുത് നീ. ഇനി നീ ശബ്ദിച്ചാ നിന്നെ കൊന്നുകളെ ഞാൻ മടിക്കില്ല. ഡാ, എൻ്റെ മോളോടാ നീ സംസാരിക്കുന്നത്. സൂക്ഷിച്ചെങ്ങാണ്ട് സംസാരിച്ചോ, ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യടോ? താൻ എന്നെ ശരിക്കും കണ്ടിട്ടില്ല. താൻ ആരാടോ? താൻ എന്തിനാ എൻ്റെ നേർക്ക് വരുന്നത്? എടോ ഡേവിഡേ, ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പറയും. സെക്യൂരിറ്റിയെ വിളിക്ക്. സെക്യൂരിറ്റി ഒന്നും വിളിക്കണ്ട, ഞാൻ ആരാടെന്ന് നിനക്ക് അറിയണോ അല്ലേ? ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് നേരെ മുഖത്തുണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും വലിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. അതായത് താടിയും മീശയും മുടിയൊക്കെ. ഇത് കണ്ടപ്പോൾ തന്നെ ആകെ ഞെട്ടിത്തരിക്കാനിട്ടോ നാഗേന്ദ്രൻ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അയ്യോ ആദർശേട്ടൻ. അതെടി, ആദർശേട്ടൻ തന്നെ. പിന്നിൽ നിന്ന് മൂർത്തീസ് ജ്വല്ലറിയെ കുത്തി വീഴ്ത്താന്ന് കരുതിയോ? AN ജ്വല്ലറിക്ക് വളം ഉണ്ടാക്കി കൊടുക്കണം നിനക്ക് അതിനു വേണ്ടി. അയ്യോ അത് ആദർശേട്ടാ, നിന്റെ തന്തയും നീയും കൂടി കളിക്കുന്ന നാടകമായിരുന്നല്ലേ ഇത്? കൊള്ളാം, നിന്നെ ആ വീട്ടിലുള്ളവർ ഒരുപാട് സ്നേഹിക്കുമ്പോൾ നീ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഉപകാരം. അയർലാൻഡിൽ നിന്ന് വന്നപ്പോൾ തന്നെ നീ മാറിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും അത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ കണ്ണും പൂട്ടി വിശ്വസിച്ചത് അബദ്ധമായി പോയത്. ഡാ ആദർശേ, നിന്റെ അച്ഛനെയും മുത്തശ്ശനെ പോലെ എന്നോട് ഇനി നീ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾ ഞങ്ങളുടെ താഴെ തട്ടില്ല. ആര്? ഞങ്ങളോ? എന്നെ എൻ്റെ മുത്തശ്ശൻ ഏൽപ്പിച്ച ദൗത്യം AN ജ്വല്ലറിക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താന്നുള്ളതാ. ആ ദൗത്യം ഞാൻ എന്തായാലും പൂർത്തിയാക്കി. ഇനി ദേ ഇവളുണ്ടല്ലോ, തൻ്റെ മകള്, അവക്കിനി ആനന്ദപുരിയിൽ യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെ വേണമെന്നില്ല ആദർശേ. കാരണം ഇവളെൻ്റെ മോളാ. പൊന്നുപോലെ നോക്കും ഞാൻ ഇവളെ. മൂർത്തീസ് ജ്വല്ലറിക്ക് ചെറിയൊരു ഇടി വന്നത് താങ്കൾ കാരണമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു ചെറിയ തരി പോലും ഇടിവ് ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലെന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞു. പിന്നെ അബി, അവനും കൂടി കയറിയപ്പോൾ ഇതുപോലെ ഒരു ഇടിവ് സംഭവിച്ചിരുന്നു. കാരണം അച്ഛനും മോനും ഒരുപോലെയാണല്ലോ. ആദർശേട്ടാ, ഞാൻ എങ്ങനെ ഇവിടെ? മിണ്ടരുത് നീ. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് ഒരു കരണത്ത് ഒരൊറ്റ അടി വെച്ച് കൊടുക്കാൻ കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എടാ നീര് മോളെ കരണത്ത് കൈവച്ചല്ലേ? വെക്കടാ, ഇനിയും തൻ്റെ മോളുടെ കരണത്ത് കൈവെക്കും. നീയാണ് AN ജ്വല്ലറിയുടെ പിന്നിലെന്ന് എല്ലാവരും അറിയണം. അധികം വൈകിക്കാതെ തന്നെ പോലീസുകാരിങ്ങോട്ട് എത്തിക്കോളും. താൻ ചെയ്ത ഓരോ പ്രവൃത്തിയും തന്നെ കൊണ്ട് നന്ദു പറയിപ്പിച്ചോളും. എന്നെ പോയിട്ട് എൻ്റെ രോമത്തിലെങ്കിലും തൊടാൻ ഈ പറഞ്ഞവൾക്ക് പറ്റുമോ? നരുന്ത് പോലുള്ളവൾക്ക്. ഇത് കേട്ടപ്പോൾ തന്നെ ആദർശ് നാഗേന്ദ്രൻ്റെ ഷോൾഡറിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. എടോ, തന്നെ പോലെ നാറിയ കളികൾ കളിക്കുന്ന പലരും ഉണ്ടായിരിക്കും. എടോ, മുന്നിൽ നിന്ന് വേണം കളിക്കാൻ, അല്ലാതെ താൻ കളിക്കുന്ന പോലെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തല്ല വേണ്ടത്. ഛേ, അതിനെങ്ങനെയാ? തനിക്ക് ധൈര്യം വല്ലതും ഉണ്ടോ മുന്നിലോട്ട് വരാൻ? എന്നാലല്ലേ താൻ അങ്ങനെ കളിക്കാൻ ഒരുങ്ങും. അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ. അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അതായത് ഭയങ്കര ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്വിസ്റ്റാണ്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.